ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ എല്ലാവരോടും കൂടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വൈകിക്കാതെ നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി. കളറിന് വേണ്ടിയാണ് ഇത് കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളും കടലമാവും എല്ലാം കൂടെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം തീരെ കൂടി പോകാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കണം മാവ് അവസാനം കുഴച്ചെടുക്കുമ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം മാവ് മാറ്റി വയ്ക്കാം. ഇത് അവസാനം നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് ഇപ്പോൾ തന്നെ മാറ്റി വയ്ക്കാം. അടുപ്പത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വറക്കാൻ വേണ്ട ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് മിക്സ്ചറിലേക്ക് വളരെ ഫ്ലേവർ കിട്ടുന്നൊരു സാധനമാണ്. അതുപോലെ ആദ്യം തന്നെ നമ്മളിത് ഈ വെളുത്തുള്ളി ഇതിലിട്ട് കൊടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയിലെല്ലാം ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഉണ്ടാവും. ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ ഇട്ട് വെക്കണം. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനങ്ങളിലെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്, നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നാൽ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് കോരിയെടുക്കുകയാണ്. ഇതേ എണ്ണയിലേക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനിയിലെ എണ്ണയിലേക്ക് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ബൂന്തി ഉണ്ടാക്കുമ്പോൾ വെള്ളം തീരെ കൂടാൻ പാടില്ല. ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവാക്കി എടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ബൂന്തിയുടെ ഷേപ്പെല്ലാം മാറി വെള്ളം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെയുള്ളൊരു കോരികയിൽ നമ്മൾ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് 4 ഭാഗം ചുറ്റിച്ചെടുത്ത് ബൂന്തി നമ്മൾ ഇതുപോലെ വറുത്ത് കോരാം. ഒരു പറ മൂത്ത് കഴിഞ്ഞാൽ മറ്റേ പറം കൂടി ഒന്ന് ഇളക്കി
ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ബൂന്തി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഫസ്റ്റ് ട്രിപ്പ് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് മൂന്നാമത്തെ ട്രിപ്പാണ്. കുറേശ്ശെ ആയിട്ട് ബൂന്തി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് എല്ലാം ഒരുമിച്ച് മൂത്ത് വരുള്ളൂ. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടി യോജിച്ചൊരു കട്ട പോലെയാവും. അതുകൊണ്ട് കുറേശ്ശെ ഇനി നമുക്ക് മെയിനായിട്ടുള്ള മിക്സർ ഉണ്ടാക്കി ഇതിൽ നമ്മൾ പ്രസ്സിൽ കുറച്ച് മാവ് ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരു മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മറ്റേ ഭാഗം ഇട്ട് കൊടുത്ത ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ മറ്റേ ഭാഗം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവസാനത്തെ ട്രിപ്പാണിപ്പോൾ ഇതും നമുക്ക് ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇപ്പോൾ മിക്സറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേവ് എന്ന് പറയും. ഇപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനത്തിന് സേവ് എന്നാണ് പറയുക. ഇത് മൊത്തം നമ്മൾക്ക് കൈ കൊണ്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്തെടുത്ത ബൂന്തി ഇട്ട് കൊടുക്കാം. അതുപോലെ നിലക്കടലയും അതുപോലെ പൊരിക്കടലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില വറുത്തതും വെളുത്തുള്ളി എണ്ണയിൽ വറുത്തതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം രുചിച്ച് നോക്കി ഉപ്പുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലോ മറ്റോ ഇട്ട് വെച്ച് നമുക്ക് 1 മാസത്തിലധികം ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലൊരു മിക്സറിൻ്റെ റെസിപ്പി നിങ്ങളും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്തു തന്നെ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.